ഹായ്, ഇന്ന് കുറച്ച് താമരപ്പൂക്കളാണ് കാണിക്കുന്നത്. ഇത് റെഡ് ജുവാബയാണ്. നല്ല ഇതിലുള്ളൊരു വെറൈറ്റിയാണ്. നിറയെ ഫ്ലവർ വരും. ഇതുപോലെ ഒരു ഉരുണ്ട മുട്ടുകളാണ് ഇതിലുണ്ടാവുക. ഇത് കല്യാണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. കല്യാണി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ഡാർക്ക് പിങ്കൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ഇതിലും ഇതുപോലെ തന്നെ നിറയെ മുട്ടുകൾ വരും. ഇത് നാമോ ആണ്. നാമോ ഒരുപാട് വലുപ്പമായിട്ടില്ല. ഫസ്റ്റ് ഫ്ലവർ ആയത് കാരണം കൊണ്ട് വെച്ചിട്ട് റീപോർട്ട് ചെയ്ത് ഫസ്റ്റ് ഫ്ലവറാണ്. നല്ല കളറുള്ള നല്ല വലിയ പൂക്കൾ വരുന്നതാണ് നാമോ. ഇത് ദിൽസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല കളറുള്ളതാണ്. അതിൻ്റെ മുട്ടാണത്. ഇത് ലീലയാണ്. അതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞു. ഇതൊക്കെ നിറയെ ഉണ്ടായിരുന്നു. വിരിഞ്ഞ് ഏതായാലും കൊഴിഞ്ഞു പോയി. ഇത് ഗോൾഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നിറയെ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് ഗോൾഡ് ആപ്പിൾ. ഇതവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു യെല്ലോ കളറായിട്ടാണ് ഉണ്ടാവുക, ലൈറ്റ് യെല്ലോ. ഇത് ലക്ഷ്മിയാണ്. ഇത് ലക്ഷ്മിയുടെ ഫ്ലവറാണ്. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞു തുടങ്ങി. കുറേ ഉണ്ടായിരുന്നു. ഇത് വൈറ്റ് എമറാൾഡ് ആയിരുന്നു, കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പിങ്ക് ക്ലൗഡാണിത്. ഇത് മേഘ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. നല്ല കളറുമാണ്. ഇത് ചെറുതായത് കൊണ്ടാണ് ചെറിയ പൂവ്. ആദ്യത്തെ ഫ്ലവറാണിത്. അതിലുണ്ടായ മുട്ടുകളാണ് ഇതൊക്കെ. മേഘ് നല്ല ഫ്ലവർ വരും. ട്രോപ്പിക്കലാണ്. അത് വിരിയിച്ച് കൊടുക്കാനായിട്ടുണ്ട്. 2 കൈയും കൊണ്ടാണ് വിരിയിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല കളറും കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും. കുറേ വെറൈറ്റീസിൽ ഇപ്പോൾ മുട്ടായി നിൽക്കുക പൂവ് വന്നിട്ടില്ല. ഇത് ലിറ്റിൽ റെയിൻ ആയിരുന്നു. ഇത് കൊഴിഞ്ഞു. അതൊക്കെ മുട്ടുകൾ നിറയെ ഫ്ലവർ വരുന്ന ഒരു ബൗൾ വെറൈറ്റിയാണ് ലിറ്റിൽ റെയിൻ. ഇത് അതിഥിയാണ്. ഇത് വിരിഞ്ഞിട്ട് 2 ദിവസമായതുകൊണ്ട് കളർ കുറച്ച് കുറവുണ്ട്. നല്ല വലിയ ഫ്ലവർ ഉണ്ടാവും അതിഥിയിൽ. നല്ല കളറും ഉണ്ടാവും. നിറയെ ഫ്ലവർ വരും. ഇത് ചാന്ദിനി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ചാന്ദിനിയിൽ നിറയെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ചാന്ദിനി. അതിൻ്റെ മുട്ടുകളാണ് ഇതൊക്കെ. ഇത് നിത്യയാണ്. നിത്യ ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തത്. നിറയെ മുട്ട് വരുന്നൊരു വെറൈറ്റിയാണ് നിത്യ. എപ്പോഴും മുട്ടവും പൂക്കളും ഉണ്ടാവും ഇതിൽ. ഒരു ബൗൾ വെറൈറ്റി പോലെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള അതുപോലുള്ള ഫ്ലവർ ഉണ്ടാവുക. കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. ഇത് അമേരിക്ക മേലിയാണ്. ഇതുപോലെ തന്നെ നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ. അത് ഇതിലൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞതാണ് ഇതൊക്കെ. ഇത് ഗ്രീൻ എമറാൾഡാണ്. ഒരു ഗ്രീൻ കളർ നടുവിലായിട്ടുള്ള ഒരു യെല്ലോ കളർ പോലെയൊക്കെ വരും. നല്ല ഫ്ലവറാണ്. നല്ല വെളുപ്പമായിട്ട് നല്ല വലിയ ഫ്ലവറായിട്ടുണ്ടാവും. ഇതിലുണ്ടായത് തന്നെയാണ് ഇതൊക്കെ. ഇതിലുള്ള മുട്ടാണിത്. മുട്ട ഇങ്ങനെ പച്ച കളറിലെ വരിക. ഇത് അരുണിമയാണ്. ഇത് ഫ്ലവർ ആയിട്ടില്ല. അരുണിമയിൽ മുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്രീൻ പിസ്തയാണ്. ഇത് ഗ്രീൻ പിസ്ത ഇതാ ഇങ്ങനെ ഉണ്ടാവുക. സെൻറ്റർ ഭാഗം കണ്ടില്ലേ, ഇതുപോലെ വരും. നല്ല വലിയ ഫ്ലവർ ഉണ്ടാവുക. ഗ്രീൻ പിസ്തക്കൊക്കെ നിറയെ ഫ്ലവർ കിട്ടും. അതിലൊക്കെ മുട്ടുണ്ട്. പിന്നെയും കുറേ വെറൈറ്റീസ് ഉണ്ട്. റോയി പിന്നെ ഹൈദി അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇത് പല നിത്യ കല്യാണമൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലിൻഡിൻ ജുനായിയാണ്. യെല്ലോ ഫ്ലവർ വരുന്നതാണ് മുട്ട് വന്നിട്ടുള്ള ലിൻഡിൻ ജുനായി. പിയോണിയാണ്. താമരയിലെ രാജാവ് എന്നാണ് ഇതിന് പറയുക. അത്രയും ഫ്ലവർ ഉണ്ടാവും. ഫസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള നല്ല വലിയ ഫ്ലവർ തരുന്ന വൈറ്റ് പിയോണിയാണിത്. നിറയെ പൂക്കൾ തരും ഇതിൽ. ഇതുപോലെ ഉണ്ടാവും. മുട്ടുകളുണ്ടല്ലോ, ഒരുമിച്ച് ചിലപ്പോൾ വിരിയാറുണ്ട്. ഇതവിടെയൊക്കെ മുട്ട് വരുന്നുണ്ട്. താഴെയൊക്കെ ഉണ്ടാവും മുട്ടുകൾ. ഇത് ഐശ്വര്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഐശ്വര്യ നിറയെ ഫ്ലവർ വരുമല്ലോ, എല്ലാവർക്കും അറിയാലോ. അത് നല്ല ഫ്ലവർ കിട്ടും. ഒരുപാട് മുട്ടുകൾ വരും ഇതിൽ. ഇത് വിരിഞ്ഞിട്ടുള്ളൂ അടുത്തായിട്ട്. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ വരും. ചെറിയൊരു പ്ലാന്റാണിത്. ഇത് ശ്വേത, അതിൻ്റെ മുട്ടാണ് ശ്വേതയുടെ. ഇത് കുടമുല്ല എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. കുടമുല്ല നിറയെ ഫ്ലവർ കിട്ടുക. ഇതൊക്കെ അതിൻ്റെ മുട്ട നിൽക്കുന്നത്. അവിടെയൊക്കെ ഉണ്ട് മുട്ട്. ഇത് സെറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മുട്ട് വരുന്നുള്ളൂ. റീപോർട്ട് ചെയ്തിട്ട് മുട്ട് വരുന്നുള്ളൂ. ഇത് ക്രിസ്റ്റൽ വൈറ്റാണ്. ഫ്ലവർ ആയിട്ടില്ല, മുട്ട് വന്നിട്ടുള്ളൂ. ഇത് ഹൈദി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിലൊക്കെ ഉണ്ടായിരുന്നു. പൂക്കൾ കൊഴിഞ്ഞു പോയതാണ്. ഇത് നിറയെ ഫ്ലവർ വരും ഹൈദി. ഇത് വൈറ്റ് മിറാക്കിളാണ്. ഇതാണ് ഫ്ലവർ. ഇനിയുള്ളതൊക്കെ മുട്ടായിട്ടേ ഉള്ളൂ. ഇത് പിങ്ക് ഫോർണറാണ്. ഇത് Q170 ആണിത്. ആ വെറൈറ്റിയാണ്. ഇത് മിസ് കേരള. അങ്ങനെ കുറേ എണ്ണഞ്ഞ് മുട്ട
ലിയാംഗ്ലി ബൗൾ ലോട്ടസ് ആണ്. നിറയെ ഫ്ലവർ വരും. ഇതൊക്കെ കുനുകുനാന്ന് മുട്ടുകളുണ്ടാവും ചെറുതായിട്ട്. അതൊക്കെ മുട്ടാണ്. ഗ്രീൻ റെയിൻ പറഞ്ഞൊരു വെറൈറ്റിയാണിത്. ഫ്ലവർ വരുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുക. ഇത് സ്നോ ബൗൾ പറഞ്ഞൊരു വൈറ്റ് ബൗൾ ലോട്ടസ് ആണിത്. നിറയെ വരും ഇതിൽ മുട്ട്. ഇതിപ്പം റീപോർട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലൊക്കെ മുട്ടുണ്ട്. ഇത് മയൂരിയാണ്. ഇത് പിങ്ക് ബൗളാണ്, മുട്ടായിട്ട് നിൽക്കുകയാണ്. ഇത് ശ്വേതയാണ്. ഇതിൻ്റെ പ്രത്യേകത തന്നെ കണ്ടില്ല. ഇതിന് ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു മുത്ത് പോലെ നിൽക്കും ഇതിൽ പൂക്കൾ. ഇതൊരു ചെറിയ പൂവായിട്ട് വാടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് വിരിയിച്ച് കൊടുത്തുകൊണ്ടാണ് ഇത്ര ചെറുതായി നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല വലിയ ഫ്ലവറായിട്ട് വരും ശ്വേത. ഇത് ത്രിവേണിയാണ്. ഇതിൻ്റെ മുട്ടാണ് ഇതൊക്കെ. ഇത് സൂപ്പർ പിങ്കാണ്. അഖിലയാണിത്.